സ്പൈ ഈഗിളോ? അവനെ വിടരുതാ. എന്റെ ചങ്ങാതി ഞാൻ ആദ്യം അടിക്കും, എന്നിട്ടേ സംസാരിക്കുള്ളൂ. ഞാനൊരു സംഭവം തന്നെയാണ്. ഞാനാണ് സ്പൈ ഈഗിൾ. DVD പ്ലീസ്. ഓഹോ, ഓ, ഈ ഞാനാണ് DVD ദയാറാം വെങ്കടേശ്വര ഡബൂൾക്കർ. നീ എന്താടാ ചാടി ചാടി ഒളിമ്പിക്സിലോട്ട് പോകാനുള്ള പരിപാടിയാണോ? എടോ സമൂസ കരിഞ്ഞു പോകും. എടാ DVD, നിന്റെ പ്ലാൻ ഞാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. സത്യം അല്ലെന്നുണ്ടെങ്കിൽ എന്റെ പേര് സൂപ്പർ സ്പൈ ഈഗിൾ എന്നല്ല. വേഗം പോയി പിടിക്കടാ അവനെ. ലഡുവിനും മധുരം കുറഞ്ഞു പോയി. വേഗം പോയി പിടിക്കവനെ. എടാ വ്യാജ സയന്റിസ്റ്റ്, ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? പ്രോജക്ട് ചോള. ഓ, വ്യാജനായ സയന്റിസ്റ്റോ, നിക്ക്, നിന്നെ ഇപ്പൊ തന്നെ ഞാനൊരു പ്രാവാക്കി തരാം. ഓ നോ, ഞാനിതാ പ്രാവായി മാറിയിരിക്കുന്നു. ദൈവമേ. അവൻ എന്തിനാ പ്രാവാക്കി മാറ്റിയത്? ഇപ്പൊ പറന്നു പോയില്ലേ? ആ DVD തിരിച്ചു കിട്ടിയില്ലേ? ഞാൻ വ്യാജനാണത്രേ. മാറി പറക്കട്ടെ അവൻ. ദാ ഇതാണ് സയൻസ്, ബാക്കിയെല്ലാം ആർട്ടാണ്. ഇനി നമുക്ക് രസഗുളം ഉണ്ടാക്കാം. നിങ്ങളെ ഒരു ഇന്റർനാഷണൽ ഡോൺ ആണ്. ഈ മിഠായി കിടക്കാനെ സംസാരിക്കുന്നത് വിട്ടേക്ക്. അതൊരു ശീലമായി പോയി. അല്ല, നിങ്ങൾ ആ സൂപ്പർ ഈഗിളിനെ പിടിക്കുകയായിരുന്നോ അതോ ജിലേബിയുടെ മുകളിലുള്ള ഈച്ചയാട്ടുമായിരുന്നോ? ഞാനില്ലായിരുന്നെങ്കിൽ ആ സീക്രട്ട് ഫയലിന്റെ പ്രോജക്ട് അവന്റെ കയ്യിലാകുമായിരുന്നു. ഇനിയിപ്പൊ ഈഗിൾ എവിടെ പോകാനാണ് ബോസ്? അവൻ പ്രാവായി മാറിയല്ലോ. ഇതൊരു വല്ലാത്ത ഗതികേടായി പോയല്ലോ. ഞാൻ പറന്ന് ക്ഷീണിച്ചു. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബണ്ണി വളരെ ശ്രദ്ധയോടെ പട്ടം പറത്തുന്നതാണ്. അയാളൊപ്പം ഉള്ളത് അയാളുടെ വലിയ ഏട്ടൻ ഹണി. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ പട്ടം വളരെ നന്നായിട്ട് തന്നെ പറത്തുന്നുണ്ട്. ബണ്ണിയുടെ ലക്ഷ്യം പട്ടങ്ങൾ പൊട്ടിക്കുക എന്നതാണ്. പക്ഷെ അത് എങ്ങോട്ടും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. മത്സരം അവസാനിക്കുന്ന സമയമായിരിക്കുന്നു. ഇതാ ഇപ്പോൾ ബണ്ണി ആവശ്യത്തോടെ ലക്ഷ്യത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അവസരിച്ചിരിക്കുന്നു. അടുത്തുണ്ടായിരുന്ന പട്ടത്തിന്റെ പണി തീർന്നു. ഇതെന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരുന്നു. ഹണിയും ബണിയും ജയിച്ചിരിക്കുന്നു. പണി കുറച്ചു നേരം ആ പട്ടങ്ങിതാ, ഞാനും കൂടി പറത്തട്ടെ. ഒന്ന് ക്ഷമിച്ചിരിക്കൂ, താങ്കൾ ഇപ്പോൾ ക്യൂവിലാണ്. ബനി കഴിഞ്ഞാൽ അടുത്തത് എന്റെ നമ്പറാണ്. എടാ പോപ്പട്ടെ, നീ പട്ടം പറത്തട്ട. ചിലപ്പോ നീ അതിന്റെ കൂടെ പറന്നങ്ങ് പോവും. അത് ശരി. അപ്പൊ നീക്ക കണ്ടോ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? എടാ പോപ്പട്ടെ, നീ ഒരു പാവം പ്രാവിനെ തൂവലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയത്.
അയ്യോ. എടാ ഇത് എന്റെ തൂവലൊന്നും അല്ല, സംശയമുണ്ടോ? ഇത് ഡിവിഡിയുടെ തൂവലാണ്. അതാരാ DVD? ദയാറാം വെങ്കടേഷ് ദബൂൽക്കർ. അയാൾക്കൊരു പലഹാരക്കടയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം സയന്റിസ്റ്റ് ആയിട്ട് മാറി. പക്ഷെ ഇപ്പൊ ഇന്റർനാഷണൽ ക്രിമിനലാ. ഞാൻ അയാളുടെ സീക്രട്ട് പ്രൊജക്ടിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നീ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? ബിക്കോസ് ഐ എം സൂപ്പർ സ്പൈ. ഞാൻ സൂപ്പർ ഈഗിൾ. ഞാൻ ആരുടെങ്കിലും പുറകെ പോയാൽ അയാളുടെ അടിവേര് ഞാൻ പിഴുതെടുക്കും. കാരണം എന്റെ സ്റ്റൈൽ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഈ പ്രാവിനെ വട്ടായെന്നാ തോന്നുന്നേ. ദാ, നീ എന്തിനാ എന്നെ പ്രാവേന്ന് വിളിച്ച് കളിയാക്കുന്നത്? എന്നെ പോലൊരു ഡേഞ്ചർ ആയിട്ടുള്ള ആളെയാണോ നീ പ്രാവേന്ന് വിളിച്ച് കളിയാക്കുന്നത്? ഐ ആം സ്പൈ ഈഗിൾ, സൂപ്പർ ഈഗിൾ. എന്റെ സ്റ്റൈൽ വ്യത്യസ്തമാണ്. ആ DVD എന്നെ കുറച്ചു നേരം മുമ്പ് പ്രാവാക്കി മാറ്റി. ഓ നോ. ഇങ്ങോട്ട് നോക്ക് ബോസ്, ഞങ്ങൾ സൂപ്പർ സ്പൈ ഈഗിൾസിന്റെ വലിയ ഫാൻസാ. അദ്ദേഹം വലിയ കേസുകൾ വരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വലിയ ശക്തിമാനാ. That's me. എന്റെ സ്റ്റൈൽ വ്യത്യസ്തമാണ്. തന്റെ സ്റ്റൈൽ അല്ലെങ്കിലും വ്യത്യസ്തമാ. എവിടെ നിന്ന് നോക്കിയാലും മനുഷ്യന്റെ ഒരു കോലവും ഇല്ല. ഇതാ DVD പഠിച്ച പണിയാ ചങ്ങാതി. സിനിമ DVD ആണോ അതോ പാട്ടിന്റെ DVD ആണോ? എടോ ക്രിമിനൽ DVD. അവൻ സയന്റിസ്റ്റ് ആണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് മധുരപലഹാരം വിൽക്കുന്ന ആളാണെന്നല്ലേ? അത് നേരത്തെ ആയിരുന്നു. ഇപ്പൊ അവൻ എന്തോ കെമിക്കൽ ഇട്ടിട്ടുണ്ട്. പലഹാരത്തിലാണോ? ഇനി ഇപ്പൊ എന്താ ചെയ്യാ? അല്ലടാ, എന്റെ ബോഡിയില് എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ സൂപ്പർ സ്പൈ ഈഗിൾ ആണ്. പ്ലീസ്. കണ്ടിട്ട് ഇതിൽ കെമിക്കൽ ഉണ്ട്. മിക്കവാറും ഇവൻ പറയുന്നത് സത്യമാകാനാണ് സാധ്യത. കൂട്ടുകാരെ, സംശയമുണ്ടോ? ആ? ഓ, ഓക്കേ, നിങ്ങളുടെ വിശ്വാസ നിങ്ങളെ പഴയതുപോലെ ആക്കാൻ ഞങ്ങൾ ഡോക്ടർ ബാലുവിന്റെ അടുത്ത് എത്തിക്കാം. എന്നാ പോയാലോ? എടാ നന്ദു, ഡോക്ടർ ബാലു ക്ലിനിക്കിലുണ്ടോ? ഇല്ല, അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. എന്ത് പറ്റി? ദായി പ്രാവിനെ ഈഗിളാക്കാൻ വേണ്ടിട്ടാ. എന്തിനാണ്? പ്രാവ് പ്രാവായിട്ട് തന്നെ ഇരിക്കട്ടെ. ഈകളാക്കി മാറ്റി എന്ത് ചെയ്യാനാണ്? എടാ, ഈഗിൾ എന്റെ പേരാ. ഞാനൊരു മനുഷ്യനാണ്. എന്നെ പ്രാവാക്കി മാറ്റിയതാടാ മരമണ്ട. ആ, 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 എങ്കിൽ ഇയാളെ വൈദ്യർ ബാലുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. ഡോക്ടർ ബാലുവിന്റെ അനിയൻ തന്നെയാണല്ലോ അദ്ദേഹം. ആ, ഈ പറഞ്ഞത് ശരിയാണ്. ഇവിടെ വരൂ, ഇവിടെ വരൂ. എല്ലാ അസ്വസ്ഥതകൾക്കും ഉടനടി പരിഹാരം. ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. തലയിലുള്ള ധാരണ നമുക്ക് ചികിത്സിക്കാം. വയറിലുള്ള വിരയെയും ചികിത്സിക്കാം. ബുദ്ധിയും ശക്തിയും കൂട്ടിയെടുക്കാം. എല്ലാ അസുഖങ്ങൾക്കുമുള്ള പരിഹാരം, ആരോഗ്യത്തിനുള്ള ഉപഹാരം. പിന്നീട് നമുക്ക് എന്നും കഴിക്കാം പലഹാരം. ഇവിടെ വരൂ. ആ, ഇങ്ങോട്ട് തന്നെ ഞങ്ങളൊക്കെ വന്നത്. ഓ, 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 ഓ. വൈദ്യര് എത്രയും പെട്ടെന്ന് ഈ പ്രാവിനെ ഈഗിളാക്കി മാറ്റാൻ നോക്കേ. ഇവിടെ വരൂ. നിങ്ങളുടെ തലച്ചോറുന്ന പശു എന്താ മണ്ടത്തരമെന്ന പുല്ല് തിന്നുകയാണോ? ഈ സമയത്ത് എന്നെ ചൂടാക്കുവാണോ? ആർക്കെങ്കിലും ഒരു പ്രാവിനെ ഈഗിളാക്കി മാറ്റാൻ കഴിയുമോ? അതെ കർത്ത, എല്ലാടെ സുഹൃത്താ. പക്ഷെ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രാവ് എങ്ങനെയാണ് ഈകളാക്കി മാറ്റാൻ പറ്റുക? ഔ, ഇത് ഈഗിൾ തന്നെയാണ്. നിങ്ങളുടെ തലയിൽ തലച്ചോറുന്ന മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ? അതുകൊണ്ടാണോ എന്റെ മെഷീൻ കൂടി ഇപ്പോൾ കേടാക്കാൻ വന്നിരിക്കുന്നത്? ഈ പ്രാവിനെ നിങ്ങളുടെ കണ്ണിൽ ഈഗിളായിട്ടാണോ കാണുന്നത്? ഈ പ്രാവിനെ നിങ്ങൾക്ക് ഏത് ആംഗിളിലൂടെയാണ് ഈഗിളായിട്ട് കാണാൻ കഴിയുന്നത്? വൈദ്യരെ, ഇത് സ്പൈ ഈഗിളാണ്. ഇത് ചിലപ്പോൾ സ്പൈ ആയിരിക്കാം, പക്ഷേ ഈഗിൾ ഒരിക്കലും ആയിരിക്കില്ല. ഞാൻ എന്റെ കണ്ണിന്റെ ഹെഡ്ലൈറ്റ് കൊണ്ട് ഇവന്റെ മുഖമാകെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രാവ് തന്നെയാണ്. ഇതിനെ പ്രാവാക്കി മാറ്റിയിരിക്കുക. ഏതോ DVD-യാ പ്രാവാക്കി മാറ്റിയേ. സത്യത്തിൽ ഇത് മനുഷ്യനാ. DVD-യിൽ മ്യൂസിക് കേൾക്കാൻ പറ്റും, പിക്ചർ കാണാൻ പറ്റും, ഡാൻസ് ചെയ്യാൻ പറ്റും, യോഗ പഠിക്കാൻ പറ്റും. പക്ഷെ DVD കണ്ട് എങ്ങനെയാണ് ഒരു പ്രാവായി മാറാൻ കഴിയുക? ഓ, എടാ, ആ DVD അല്ല, ദയാറാം വെങ്കടേഷ് ദാബോൽക്കർ. DVD അയാളാണ് ഡോട്ട് വെച്ച് മനുഷ്യനെ പ്രാവാക്കി മാറ്റിയത്. ഓ, ആ ഫേമസ് ക്രിമിനൽ. അയാളൊരു സയന്റിസ്റ്റും ആണ്. അതെ. ഇവിടെ വരൂ, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. കൊച്ചളിയ, ഇതിന്ന് ആംബുലൻസിന്റെയും ഫയർ എഞ്ചിന്റെയും പിന്നെ പോലീസ് വാന്റെ ഒക്കെ സൈറൻ എന്തെങ്കിലും മുഴങ്ങി കേൾക്കുന്നേ? ഈ സൈറൻ വെവ്വേറെ മെറ്റീരിയലുകളുടേതാണ്. ഇയാളുടെ ബോഡിയിൽ ടൊമാറ്റോ സോസിനൊപ്പം തന്നെ സിങ്ക്, അലുമിനിയം പിന്നെ പൊട്ടാസ്യം പോലുള്ള സാധനങ്ങളുടെ മിശ്രിതമാണ് ചേർത്തിട്ടുള്ളത്. അതെ, അത് ശരിയാണ്. അയാൾ എനിക്കൊരു ഷോട്ട് തന്നു. അതിനുശേഷമാണ് ഞാനിങ്ങനെ ഒരു പ്രാവായിട്ട് മാറിയത്. അല്ലെങ്കിൽ എന്റെ സ്റ്റൈൽ എന്നെ വ്യത്യസ്തമായിരുന്നേനെ. മതി മതി, നിർത്ത്. ആ മരുന്നിന്റെ ശക്തി കുറയ്ക്കാൻ വേണ്ടി
ഒരു ചൂർണം തയ്യാറാക്കേണ്ടി വരും. ഇയാളെ അത് കഴിപ്പിക്കേണ്ടി വരും. എന്നിട്ട് അല്പം കുലുക്കേണ്ടി വരും. അതുപോലെ നടക്കേണ്ടി വരും. അതിനുശേഷം ഇയാൾ തിരിച്ച് ഈഗിളായി മാറിക്കോളും. എടോ ഈഗിൾ എന്റെ പേരാണ്. ഞാനൊരു മനുഷ്യനാ. എത്രയും പെട്ടെന്ന് സാധിക്കുമോ അത്രയും പെട്ടെന്ന് എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. താൻ ഇവിടുന്ന് പോയാലേ എനിക്കത് തുടങ്ങി വെക്കാൻ പറ്റുള്ളൂ. അറിയാമോ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേർക്കേണ്ടതെന്ന്? ഞാൻ എന്റെ ജോലി തുടങ്ങി വെക്കട്ടെ. താനിപ്പോ അങ്ങോട്ട് പോകൂ. എന്നാ ശരി വൈദ്യരെ, ഇതിന്റെ ലേഖ്യം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ വിളിക്കണേ. കർത്ത, നീ ഇവിടെ വരൂ. ഞാൻ നിനക്ക് തരുന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഉടൻ എത്തിക്കണം. ഇന്നാ പ്രാവേട്ട ചോറ്. തൽക്കാലം ദാ ഇത് കഴിക്കാൻ നോക്ക്. എടാ കഴുതേ, സൂപ്പർ ഈഗിളിനെ കൊണ്ട് നീ റേഷനരി കഴിപ്പിക്കുകയാണോ? എടാ കഴുതേ, ഇപ്പൊ നീ ഒരു പ്രാവ് മാത്രാണ്. പ്രാവുകൾ അരി മാത്രമേ കഴിക്കാറുള്ളൂ. അയ്യോ, എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല. പ്ലീസ്. അങ്ങനെ പറയാൻ പാടില്ല. പ്രാവുകൾ അരി മാത്രമേ കഴിക്കാറുള്ളൂ. വീണ്ടും മനുഷ്യനെ കഴിയുമ്പോ ഈ ചോറിനൊപ്പം ചിക്കനോ മട്ടനോ ചേർത്ത് കഴിച്ചോ. പ്ലീസ് പ്ലീസ്, ദൈവത്തെ ഓർത്ത് എന്നെ ഇനി ഹണിയുടെ കൂടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോലെ. പ്ലീസ്, എനിക്ക് ഇവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്റെ സ്റ്റൈൽ വ്യത്യസ്തമാണ്. ഇവനെ എങ്ങനെ ഒരു സ്റ്റൈൽ ഉപയോഗിച്ചും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സംശയമുണ്ടോ? കൂട്ടുകാരെ, വൈദ്യര് ബാലുവിന്റെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ? സമയമെടുക്കും. കറുത്തെ കണ്ടിരുന്നു. ലേഖ്യം ഉണ്ടാക്കാൻ ഒരുപാട് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ പവർ എല്ലാം തിരിച്ചു വേണം കൂട്ടുകാരെ. പിന്നീട് ആ ഡിവിഡിക്ക് മനസ്സിലാകും ഈ സൂപ്പർ ഈഗിൾ എത്രത്തോളം പവർഫുൾ ആണെന്ന്. എന്നെ വേഗം ഒന്ന് ശരിയാക്കാൻ പറയേ, എന്നാലേ എനിക്ക് ആ ഡിവിഡിയുടെ രഹസ്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അല്ലിന്നിപ്പോ ടോട്ടൽ എത്ര DVD ഉണ്ട്? മാത്രമല്ല എല്ലാവർക്കും എന്താ DVD എന്ന് പേരിട്ടിരിക്കുന്നത്? എടാ, വട്ടത്തരത്തിന്റെ പൂച്ച രൂപമേ. ആകെ ഒരു DVD ഉള്ളൂ. ആ ഡിവിഡിയുടെ കയ്യിൽ ഒരു DVD ഉണ്ട്. അതിലാണ് ആ ക്രൈമിന്റെ പ്ലാൻ ഉള്ളത്. ആ അതെ, പ്രോജക്ട് ചോള. നിങ്ങളപ്പോ പേടിക്കുന്നതൊക്കെ വെറുതെയാണ്. ചിലപ്പോ DVDയിലെ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള റെസിപ്പി ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇല്ല ഹണി, ആ റെസിപ്പിക്ക് വേണ്ടി ഈഗിളിന്റെ കൂടെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. വേറെ എന്തോ പ്ലാൻ ഉണ്ട്. വാവ് വാവ് വാവ്. ബണി, നീ വളരെയധികം ഇന്റലിജന്റ് ആണ്. നിങ്ങൾ ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ വെച്ച് കണ്ടുമുട്ടിയ സഹോദരങ്ങളാണോ? സാർ, സാധാരണ ഉത്സവങ്ങളിൽ കാണാതാവുകയാണ് പതിവ്. യെസ്, പക്ഷെ കാണാതായ സഹോദരങ്ങളെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുമല്ലോ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇത് ശരിക്കും ഒരു CID ബുദ്ധി തന്നെയാണ്. സംശയമുണ്ടോ? താങ്ക് യു പോപ്പറ്റ്. എന്റെ സ്റ്റൈൽ വ്യത്യസ്തമാണ്. ഹൂ ഈ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പക്ഷേ ബുദ്ധിയോടൊപ്പം തന്നെ എനിക്ക് എന്റെ ശരീരവും തിരിച്ചു വേണം. DVD എന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് എന്റെ ഇപ്പോഴത്തെ സംശയം. എടാ, നീയൊക്കെ ആ ഈഗിളിനെ പിടിക്കാൻ ശ്രമിച്ചതാണോ അതോ ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്യായിരുന്നോ? നീ മനുഷ്യനല്ലോ, കുരങ്ങനാ. ജിലേബി ചൂടാണ്. ബ്രോ, തട്ടാ ഞാൻ പന്തല്ല, DVD ആണ്. DVD സമൂസ നന്നായിട്ട് വന്നിട്ടുണ്ട്. നീ മര്യാദയ്ക്ക് ഇളക്ക. ഈ ലിക്വിഡ് നിനക്ക് തിന്നാനുള്ളതല്ല. എടാ മുള്ളമതി തലയാ, നീ എന്റെ നടവിലാണ്, അല്ല ഞാൻ നിന്റെ അല്ല. സോറി, മറന്നുപോയി, തെറ്റായി പോയി. രസഗുള സോഫ്റ്റ് ആണ്. പ്രൊജക്ട് ഷോലയിൽ ആരുടെ ഭാഗത്തുനിന്നും ഒരു തെറ്റും ഉണ്ടാവരുത്. എല്ലാരോടും പറഞ്ഞേക്ക. സമോസ, കട്ട്ലറ്റ്, ഉണ്ണിയപ്പം, നെയ്യപ്പം, ആരുടെടുത്തൊന്നും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അത് പിന്നെ ബോസ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ രാവിലെ പറയാം. ചെല്ല്, മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നാളത്തെ ദിവസം പ്രത്യേകതയുള്ളതാ. ലോകത്തിലെ എല്ലാ ഡോൺസും എന്നെ അംഗീകരിക്കും. നാളെ ചോളാപുരിയിലെ രാജാവ് ചോളാറാം നമ്മുടെ നഗരത്തിലേക്ക് വരുന്നുണ്ട്. അയാളെ ഞാൻ കിഡ്നാപ്പ് ചെയ്യും. എന്നിട്ട് ഒരുപാട് കാശ് ഞാൻ ചോദിക്കും. ഉരുളക്കിഴങ്ങ് വേഗം അരിഞ്ഞിടാൻ നോക്ക്.
കറിവേപ്പില എടുത്തതുകൊണ്ടാണ് കഞ്ഞി മണക്കുന്നത്. മേയർ സാറേ, നിങ്ങൾ എന്താണ് ഈ അന്വേഷിക്കുന്നത്? ആ ചോള ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നേയല്ല. എന്നാ പിന്നെ അത് വരുന്നതോരെ നിങ്ങൾക്ക് ദാ ഈ പനീർ കഴിക്കാലോ. ചോള എന്നത് കഴിക്കുന്ന സാധനമല്ല. എന്റെ കൂട്ടുകാരൻ ചോളാപൂരിലെ രാജാവാണ്. മേൽത്തട്ട് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. വിടരുതാവന്മാരെ. അല്ല, എന്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ എല്ലാവരും ചേർന്നൊരു പരുവത്തിലാക്കിയല്ലോ. ചോളാറാമിന്റെ ഗാർഡ്സ് ആണല്ലോ ഇത്. എടാ നിർത്താനാ പറഞ്ഞത്. ഇത് ചോളാറാംസിന്റെ ഗാർഡ്സ് ആണ്. ഓ സോറി സാർ, ഈ ഹണി കാരണം ഇങ്ങനെ തെറ്റ് പറ്റിയത്. ഓ, നിങ്ങളൊക്കെ വലിയ ബലശാലി എന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇവിടെ വരൂ. എന്ത് ചോദ്യമാണത്? ഇത്രയും നെല്ല് കൊണ്ടാൽ പിന്നെ അവർ ഇങ്ങനെ ആവാതെ വേറെ എങ്ങനെ ആവാനാണ്? നിങ്ങൾ എന്ത് മണ്ടത്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് തോറ്റതറിഞ്ഞത്. അദ്ദേഹത്തിന്റെ ചോദ്യം മനസ്സിലാക്കാതെയാണ് നിങ്ങൾ മണ്ടത്തരം പറഞ്ഞത്. അടികൈ. ഇവിടെ വരൂ മിസ്റ്റർ കണ്ണ. നിങ്ങൾ ആവശ്യമില്ലാത്ത കവിത പറഞ്ഞ് എന്നെ അപമാനപ്പെടുത്താൻ നോക്കിയിരിക്കുകയാണ്. എന്നെ അപമാനപ്പെടുത്തിയതും പോരാഞ്ഞിട്ട് അടികൈ എന്ന് പറയുകയാണോ? താൻ എന്റെ കൂട്ടുകാരനല്ലായിരുന്നുവെങ്കിൽ തന്നെ എടുത്ത് ഞാൻ റെയിൽവേ ലൈനിൽ ഇടുമായിരുന്നു. അല്ലല്ല, അദ്ദേഹം ആരെ അപമാനപ്പെടുത്തുന്നതല്ല. അദ്ദേഹത്തിന്റെ സംസാരം തന്നെ എങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയത്. ഇദ്ദേഹമാണ് ചോളാപൂരിന്റെ രാജാവ് ചോളാറാം. അല്ല, താൻ ചോള കഴിക്കുന്നോ? വേണ്ട, അങ്ങ് കഴിച്ചോളൂ. ഡിന്നറിന് ചോള വട്ടൂര്, ചോള പൂരി, ചോള ടിക്കി, ചോള സമോസ, പ്ലെയിൻ ചോള, മസാല ചോള, തവ ഫ്രൈ ചോള എല്ലാം ഉണ്ട്. ശരി, എന്നാ അല്പം ചോള എടുത്തിട്ട് അതിൽ ബട്ടർ ചേർക്ക്. എന്നിട്ട് ചട്നിയും തൈരും ചേർത്ത് കുറച്ചുകൂടി ചോളയിട്ട് എനിക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് എനിക്ക് കൊണ്ടു തരണം. ഇയാള് ചോള എന്ന് പറഞ്ഞ ചെവിക്കല്ല് പോയി. ഇയാൾ എങ്ങനെ ഇതെല്ലാം ഇവിടെ കഴിക്കും? നമ്മൾ ഇദ്ദേഹത്തിന്റെ രാജ്യത്തിനും നമ്മുടെ സിറ്റിക്കും ഇടയ്ക്ക് ഒരു ട്രെയിൻ വിടാൻ പോവുകയാണ്. അതോടെ എല്ലാ ട്രാഫിക്കും നമുക്ക് അവസാനിച്ച് കിട്ടുകയും ചെയ്യും. പണി എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതാണ്. നാളെയാണ് അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അതിനായി സ്റ്റേഡിയത്തിൽ ഫംഗ്ഷനുമുണ്ട്. നിങ്ങൾ എല്ലാരും മറക്കാതെ വരണം. ലഞ്ച് അവിടെയാണ്. ചോളയുടെ ലഞ്ചാണോ? അയ്യോ, ഞങ്ങൾ വരുന്നൊന്നുമില്ല. വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് കഴിക്കാനുള്ളതല്ല. ചോളാറാം സാറിന്റെ സെക്യൂരിറ്റിക്കായിട്ട്. നിങ്ങൾ ഗാർഡ്സിനെ ഈ പരുവത്തിലാക്കിയപ്പോൾ ഞാൻ കാര്യം പിടികിട്ടി. നിങ്ങളെക്കാളും നല്ല സെക്യൂരിറ്റി ഇദ്ദേഹത്തിന് ആർക്കും കൊടുക്കാൻ കഴിയില്ല. വിഷമിക്കട്ടെ സാർ, ഞങ്ങൾ എല്ലാവരും എത്തിയേക്കാം. വളരെ നന്നായിട്ടുണ്ട് മോനെ, വളരെ നന്നായിട്ടുണ്ട്. നീ എന്തായാലും ഇങ്ങനെ നിൽക്കേണ്ട. റിപ്പീറ്റ് ചെയ്യ. ഞാൻ കഴിച്ചുകൊണ്ടേ ഇരിക്കാം. വേഗം ആവട്ടെ. വൈദ്യരെ, ആ ചൂർണത്തിന്റെ കാര്യം എന്തായി? ചൂർണത്തിന് എന്തായാലും പൂച്ചയുടെ പാല് വേണം. കൂടാതെ എലിയുടെ കണ്ണുനീരും വേണം. രണ്ടും കൂടി ഒരുമിച്ച് കലർത്തി സൂര്യപ്രകാശത്തിൽ വയ്ക്കണം. പിന്നെയും കുറെ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി എന്തായാലും റെഡിയാകും. നാളെ തന്നെ പ്രാവ് ശരിയായിക്കോളും. അടിപൊളി, ഇത് കൊള്ളാലോ. വളരെ കഷ്ടപ്പെട്ട ഞാൻ എന്റെ ജീവൻ തന്നെ രക്ഷപ്പെടുത്തിയത്. എന്തു പറ്റി? ഞാനൊരു കാര്യം മറന്നു. ഞാൻ ഇപ്പോഴും മനുഷ്യനല്ല, ഒരു പ്രാവാണെന്ന്. ടോയ്ലറ്റിൽ കയറി ഇരുന്നതാ, പക്ഷെ അകത്തേക്ക് പോയി.
ആഹാ എന്തായാലും രക്ഷപ്പെട്ടു. എങ്ങാനും ഫ്ലഷ് ചെയ്തിരുന്നെങ്കിൽ തന്റെ പണി അതോടെ തീരുമായിരുന്നു. സംശയമുണ്ടോ? സോറി, ഞാനിന്ന് കുറച്ച് ഫാസ്റ്റ് ആയി പോയി. തന്നെ വിളിച്ചോണ്ട് പോകാനാ വന്നത്. എന്തിനാ? കർത്ത, എല്ലാവരുടെയും സുഹൃത്താ വൈദ്യർ ബാലു നിങ്ങളെ എല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. വിളിച്ചതായിരിക്കില്ല. അങ്ങേര് എപ്പോഴും സ്ഥിരം പറയുന്ന പോലെ ഇവിടെ വരൂ എന്നായിരിക്കും പറഞ്ഞത്. അത് ശരി, ഞാൻ കൺഫ്യൂസ് ആയെന്ന് തോന്നുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വരൂ, എന്നിട്ട് ഹണിയും പണിയും വിളിച്ചോണ്ട് വരൂന്ന്. ചൂർണം തയ്യാറാണ്. അതെ, ഞാൻ വീണ്ടും പോയി ചോദിച്ചിട്ട് വന്നേക്കാം. നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചൂർണം തയ്യാറായി വരൂ. എന്തായാലും അർത്ഥം ഒന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെ. നമ്മളെ വിളിച്ചിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന്. കഴുതേ, ചൂർണം ഉണ്ടാക്കി കഴിഞ്ഞു. അതേതായാലും ഖന്ന സാറിന് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കില്ലല്ലോ, ഇവന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതായിരിക്കും. സംശയമുണ്ടോ? എന്നാ വേഗം വാ, ടൈമില്ല. സമയത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സമയം ഉണ്ടാകുകയുള്ളൂ. വരൂ, DVD കണ്ടെത്തണം. കർത്താ, സുഹൃത്താണ്. ഓ നിന്റെ ബുദ്ധി എന്ന ടവറില് ഇപ്പോൾ സിഗ്നൽ വരുന്നില്ല. തിരുമണ്ടനാണ്. അപ്പോൾ ഹണി ആരാണ്? ഹണി നിന്നെക്കാളും വലിയ കഴുതിയാണ്. കണ്ടില്ലേ കൊച്ചലിയ, ഈ നാട്ടുകാരൊക്കെ എന്നെ എന്തുമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്ന് കണ്ടില്ലേ? ഓ ബാലു വൈദ്യരെ, ചൂർണം റെഡിയാക്കിയോ? ആ ഇവിടെ നോക്കൂ. ഇവിടെ വരൂ, ഈ ചൂർണം കഴിക്കൂ, എന്നിട്ട് തന്റെ പഴയ രൂപത്തിലെത്തൂ. എടാ, ഈഗിൾ മനുഷ്യനായി മാറാതെ ഇപ്പോൾ പൂച്ചയായി മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് പൂച്ചയുടെ പാലൊഴിച്ചതിൽ റിയാക്ഷനായി എന്നാണ്. ഹലോ ബ്യൂട്ടിഫുൾ, ഇവിടെ ആദ്യമായി വന്നതാണെന്ന് തോന്നുന്നു. രണ്ടെണ്ണത്തിന് ഓരോന്ന് തരികയാണെങ്കിൽ രണ്ടെണ്ണം പോയി വല്ല ഷിപ്പിലും വീഴും. പറഞ്ഞേക്കാം, ഒത്തി ഓടുന്നു. ആദ്യം പ്രാവാക്കി ഒരു പരുവത്തിൽ ഞാൻ അതിനോട് ഇണങ്ങി ചേരുകയായിരുന്നു. ഇപ്പൊ ഇതാ പൂച്ചയാക്കി മാറ്റി. ഇനി ഞാൻ ഇതിനോട് എങ്ങനെ ഇണങ്ങി ചേരും? ഇവിടെ വരൂ, എനിക്ക് ഈ ചൂർണത്തിന്റെ റിയാക്ഷൻ മാറ്റാനായിട്ട് മറ്റൊരു ചൂർണം ഇപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. അത് കഴിച്ചാൽ തനിക്ക് മൊത്തത്തിൽ എല്ലാം ശരിയാകും. അങ്ങനെ സംഭവിക്കോ? ആ അതെ, ഓരോ സയന്റിസ്റ്റുമാരും ഓരോ റിസർച്ച് ചെയ്യുമ്പോഴും ഇതുപോലുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. എനിക്കും അങ്ങനെയാണ് സംഭവിച്ചു പോയത്. അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെ ആവരുത്. സംഭവം കഴിഞ്ഞു. ഞങ്ങൾ എന്തായാലും ഇയാളെ കൊണ്ടുപോയി അയാളുടെ പ്ലാൻ ഫെയിലാക്കി ഈഗിളിനെ തിരികെ ഇവിടെ കൊണ്ടാക്കാം. അതെ, നമ്മൾ എങ്ങനെയാണ് ഡിവിഡിയെ കണ്ടെത്തുക? ഈ സിറ്റിയുടെ പുറത്തൊരു സ്ഥലം ഉണ്ടാവും. അവിടെയാ DVD ഉണ്ടാവുക. അവിടെയാ DVDയുടെ വലം കൈ ചമച്ച ഉള്ളത്. അടിപൊളി, കലക്കി, നന്നായിട്ടുണ്ട്. ഇവന് എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ പിന്നീട് ക്രിമിനലായിട്ട് മാറിയത്. ആദ്യം അവൻ DVDയുടെ മിഠായി ഷോപ്പില് ഫുഡ് സപ്ലൈ ചെയ്യുമായിരുന്നു. DVD ക്രൈം വേൾഡിൽ വന്ന ശേഷം DVD ചംചമിനെ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആക്കി മാറ്റി. വരൂ, നമുക്ക് ചംചമിനെ പിടിച്ച് DVDയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഇങ്ങോട്ട് നോക്കൂ എന്റെ സ്വീറ്റി. എന്റെ ഈ സ്ട്രോങ് ആംസിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്ന് പോടാ കൊരങ്ങ. അല്ല, പൂച്ചയാണ്. അയ്യോ, അവൻ എന്നെ പ്രാവെന്ന് വിചാരിച്ച് തിന്നാൻ വേണ്ടി വരിക. നോ, എടാ നീ പ്രാവായിരുന്നു, ഇപ്പൊ പൂച്ചയായിട്ട് മാറി. നീ പൂച്ചയാണെന്ന് കരുതിയ ഇപ്പൊ അവൻ വന്നത്. സംശയമുണ്ടോ? അയ്യോ, ഈ വൈദ്യം ബാലു എന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കിയല്ലോ.
മിയാവ്. ഇപ്പൊ ചംചമ്മിനെ നോക്കിയാ മതി, വേറെ ഒരു തെറ്റ് സംഭവിക്കരുത്. ഓക്കേ. ഓക്കേ. ഉം, ഉം, ചമ്മച്ച്. എടാ മണ്ട, മണ്ടനോ? അതാരാ? എടാ നീ തന്നെയാ. അവന്റെ പേര് ചമച്ചെന്നല്ല, ചംചം എന്നാ. ഇവനാണ് അവൻ. ആ എടാ മോനെ ടൈം പാസ്. നീ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വാ. എന്നെ കൂട്ട് റെഡി ആയിട്ടില്ല. ഞങ്ങൾക്ക് ഗുഡല്ല, DVD വേണ്ടത്. DVD കട അടുത്തതായിട്ടാവുള്ള. ചംചം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വെറുതെ നീ അടി വാങ്ങിച്ചു കൂട്ടണ്ട, മനസ്സിലായ? മര്യാദക്ക് പറഞ്ഞോ, DVD എവിടെയാ? എടാ സമോസേ, ഗുലാബ് ജാമുൻ, അവന്മാരെ വിടരുത്. ഹലോ ക്യൂട്ടി, സമോസ കഴിക്കുന്നോ? കൊച്ചലിയ, ഞാൻ ദാ ശർക്കര ചട്ടിയിൽ കൊടുങ്ങിയിരിക്കാണ്. യ്യോ, ഓ, സ്പൈ ഈഗിൾ നിന്നെ രക്ഷിക്കാം. എടാ നീ ഞങ്ങളുടെ സൈഡാണോ അതോ യുമാരുടെ സൈഡാണോ? അയ്യോ സോറി, മറന്നുപോയി. പൂച്ചയാണ്. മിയാവ്. ജോർദാർ, ഞാൻ ചംചമ്മിന്റെ പുറകെ പോകാം, നീ ഇവനെ ഒന്ന് വൃത്തിയാക്കി എടുക്ക്. നമ്മൾ കാരണം എല്ലാ പ്ലാനുകളും നശിച്ചു പോയി. സംശയമുണ്ടോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ബണി എന്തായാലും അവന്റെ പുറകെ പോയിട്ടുണ്ട്. വേഗം വരൂ. എന്താ ഇത്? ചംചം നിക്ക്, ഞാൻ പിടിച്ചാ നീ എന്റെ ശരിക്കും വാങ്ങിക്കും. അതാ പോകുന്നു. എന്നെ പിടിക്ക്. ചേട്ടാ, നീ എന്തിനാ പുറകെ വരുന്നേ? എടാ ഇതിപ്പോ ചേട്ടനല്ല, ആള് മാറി, ചേച്ചിയാണ്.
ഇനി നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയല്ല. നിന്നോട് ഞങ്ങൾ മര്യാദ ചോദിക്കുകയാണ്. DVD എവിടെയാണെന്ന് പറഞ്ഞേക്ക്. കൂടാതെ അയാളുടെ പ്ലാൻ എന്താണ്? സത്യമായിട്ട് പറയാണ്, പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. DVD എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും വലിയ പ്ലാനാണ്. ശരിയെന്നാ നീ DVD എവിടെ ഉണ്ടെന്ന് പറ. പ്ലാനൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സംശയമുണ്ടോ? അത് പിന്നെ ഞാന് മര്യാദക്ക് പറഞ്ഞോ, നിന്നെ ഞങ്ങൾ വളഞ്ഞിരിക്കാണ്. നിനക്ക് ഇനി ട്രെയിനിൽ നിന്ന് ചാടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. എടാ കഴുതേ, അവനെ ട്രെയിനിൽ നിന്ന് ചാടാനുള്ള ഐഡിയ കൊടുത്ത എന്തിനാടാ? ഞാൻ കൊടുത്തതല്ലല്ലോ, അവനെ എടുത്തതല്ലേ. ഈ ഞാൻ പോലും അറിയാതെ എന്തൊക്കെ ഐഡിയ പുറത്തു വരുന്നെന്ന് സത്യത്തിൽ എനിക്ക് പോലും മനസ്സിലാവാറില്ല. കൈ കിട്ടിയ കള്ളൻ കടന്നു കളഞ്ഞു. ഇനി ഇപ്പൊ DVD എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ഒരു പിടിയുമില്ല. അതങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. മേഡത്തിന്റെ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാലേ മെഡിറ്റേഷന്റെ DVD കിട്ടും. നിനക്ക് നല്ല ശാന്തി കിട്ടും. നിനക്കെല്ലാം തമാശയാണല്ലേ? ഇത് എന്ത് വലിയ ആപത്ത് നടക്കാൻ പോകുന്നെന്ന് അറിയോ നിനക്ക്? നീ പറഞ്ഞത് ശരിയാ. ചംചം പറഞ്ഞ കേട്ടില്ലേ, നാളെ DVD എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നെന്ന്. ഒരു കാര്യം നന്നായിട്ട് മനസ്സിലായി. സിറ്റി വലിയ ആപത്തിലാണ്. പക്ഷെ നമുക്ക് അറിയേണ്ടത് അവരെന്താണ് ചെയ്യാൻ പോകുന്നെന്നാ. പക്ഷെ ഈ കാര്യം അറിയില്ല, എവിടെ എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. എന്തൊക്കെയാണെങ്കിലും ശരി, അതിൽ ഒരു കാര്യം റിലേറ്റഡ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏത് കാര്യമാണ് റിലേറ്റഡ് എന്ന്. ശരി, പൂരി, ചോള, സമോസ, ചോള ടിക്കി. ഹണി, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നോ? അടിപൊളി. എന്നാ ചോളാറാമിന്റെ കയ്യിൽ നിന്ന് എനിക്ക് 4-5 വാങ്ങിച്ചതാ. ചോളാറാം? അതെ, ചോളാപുരിയിലെ രാജാവ് ചോളാറാം. അദ്ദേഹം ചോളത്തിന്റെ പലതരത്തിലുള്ള വിഭവങ്ങൾ കഴിക്കും. നാളെ സ്റ്റേഡിയത്തിലെ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിന് ശേഷം ലഞ്ചും ഉണ്ട്. എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കാം അദ്ദേഹം ചോളത്തിന്റെ പപ്പടം കഴിക്കുമെന്ന്. കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് അത് വാങ്ങിച്ചു കൊടുക്കാന്നേ. താങ്ക് യു കൊച്ചലിയ, നീ പ്രശ്നങ്ങളെല്ലാം തീർത്തു തന്നിരിക്കുക. അതെയോ? എന്നിട്ടത് ഞാൻ അറിഞ്ഞില്ലല്ലോ. കൂട്ടുകാരെ, പ്രോജക്ട് ചോളാറാമിനെ തട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. നാളെ സ്റ്റേഡിയത്തിൽ എന്തോ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നാളെ DVD എന്തോ ചെയ്യാൻ പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സിറ്റിയിൽ ചോളാറാം കിഡ്നാപ്പ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് വലിയ പ്രശ്നവും. സംശയമുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. മിയാവ്. തീർച്ചയായിട്ടും ചെയ്യണം. നമ്മുടെ സിറ്റിയുടെ പേര് ഒരിക്കലും നശിച്ചു പോകാൻ പാടില്ല. പക്ഷെ എങ്ങനെയാ ചെയ്യുക? നമ്മൾ ഇതുവരെ DVD കണ്ടിട്ട് പോലും ഇല്ലല്ലോ. DVD അവന്റെ ഗ്യാങ്ങിനെ കണ്ടുപിടിക്കാനായി ഞാൻ നിങ്ങളെ സഹായിക്കാം. ചംചം, സുരേഷ്, രമേശ്, മഹേഷ് എല്ലാരെയും എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാനായിട്ട് ഇതുവരെ ഒരു ക്രിമിനലും ജനിച്ചിട്ടില്ല. എന്റെ സ്റ്റൈല് തന്നെ ഒന്ന് വേറെയാ. എന്റെ സ്റ്റൈലും സെയിം ടു സെയിം തന്നെയാണ്. ഈ ഞാനും കണ്ടെത്തും. ഇതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മ്യാവ്. എടാ കഴുതേ, ഇത് DVDയുടെ ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ്. സംശയമുണ്ടോ? എങ്ങനെയാണെങ്കിലും ശരി, നാളെ DVDയെ അവന്റെ ഗ്യാങ്ങിനെ കണ്ടെത്തിയേ പറ്റൂ. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ചോളാറാം സാർ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം. നാളെ രാവിലെ എഴുന്നേറ്റ് സ്റ്റേഡിയത്തിലേക്ക് പോകണം. ഫംഗ്ഷൻ തുടങ്ങാൻ ഇനി 1/2 മണിക്കൂറുണ്ട്. അതിനു മുമ്പ് നമുക്ക് DVD ഗ്യാങ്ങിനെ എവിടെയെങ്കിലും കണ്ടെത്തണം. പക്ഷെ അവരെ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഈഗിളുണ്ടല്ലോ. ഈഗിള് പറയുമല്ലോ DVD എവിടെ ഉണ്ടെന്ന്. ഞാനേ മനുഷ്യനാണ്, ഗൂഗിൾ അല്ല എല്ലാ ഇൻഫർമേഷനും കിട്ടാനായിട്ട്. ഇത്ര ജനങ്ങൾക്കിടയിൽ എവിടെ പോയി അന്വേഷിക്കാനാ? അതേ മണം, ഇത് അതേ മണമാണ് ആ പലഹാരം ഉണ്ടാക്കിയ സ്ഥലത്ത് കിട്ടിയത്. എടാ, ശർക്കരയല്ല, നമുക്ക് ഗുണ്ടകളെയാണ് വേണ്ടത്. എടാ കഴുതേ, ഇതാ ഗുണ്ടകളുടെ മണം തന്നെയാണ്.
തന്റെ ഈ കോമാളിത്തരം ഞങ്ങൾക്ക് കാണണ്ട. പെട്ടെന്ന് ഗുണ്ടകളെ കാണിച്ചതാ. സംശയമുണ്ടോ? സോറി, വെപ്രാളത്തിനിടയ്ക്ക് ഞാൻ മനുഷ്യനല്ല എന്നുള്ള കാര്യം മറന്നുപോയി. മ്യാവ്. മര്യാദയ്ക്ക് പറടാ, DVD എവിടെയാ? DVD പ്ലെയറിനകത്താണ്. അല്ല, ഇത്രയും വലിയ ആള് DVD പ്ലെയറിന്റെ അകത്ത് എങ്ങനെയാ പോയത്? പോകാൻ കഴിയില്ല. പക്ഷെ അയാൾ എങ്ങനെയാണ് DVD അകത്തേക്ക് പോയത്? ഡിവിഡിയുടെ കേസ് അറിയാതെ നീ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കാം. എന്റെ സ്റ്റൈല് തന്നെ വേറെയാണ്. മ്യാവ്. മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടാവും. നീ എടുക്കുന്ന ശ്വാസം ഇവിടെ ഉണ്ടാവില്ല. എന്റെ സ്റ്റൈല് തന്നെ വേറെയാ. മ്യാവ്. അയ്യോ. തല്ലിക്കൊള്ളൂ, എത്ര വേണമെങ്കിൽ തല്ലിക്കൊള്ളൂ. പക്ഷെ പ്ലാൻ ഒരിക്കലും പാഴാൻ പാടില്ല. ചോള കിഡ്നാപ്പ് ആകും. സമോസയുടെ കാറുമായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പാർക്കിംഗ്. DVD എവിടെയാണെന്ന് പറയേ. ഞാൻ പറയില്ല. ഞാൻ DVD സാറിന്റെ വിശ്വസ്തനാണ്. ഞാൻ പറയില്ല. അവനെ വിട്ടേക്ക്. അവൻ സാധാരണ ഒരു ഗുണ്ടയാ. DVD എന്തായാലും ഇവനോട് പ്ലാൻ ഒന്നും പറയാൻ പോകുന്നില്ല. എടാ കൈലാസ്, നീ ഗ്രീൻ റൂമിൽ തന്നെ ഇരുന്നോ. ശത്രുക്കൾക്കെല്ലാം നമ്മുടെ പ്ലാൻ മനസ്സിലായി. ഗ്രീൻ റൂമിലേക്ക് പോകാം. രക്ഷിക്കണേ, ഞാൻ കുടുങ്ങി. മ്യാവ്. മ്യാവ്. ഒരു കാര്യം നീ മനസ്സിലാക്ക. നീ പൂച്ചയാണ്, മനുഷ്യനല്ല. അത് എപ്പോഴും ഓർമ്മിരിക്കട്ടെ. കൊച്ചലിയ, ഇത് ബേസ്ബോൾ ടീമാണ്. എടാ കഴുതേ, 4 പേര് എങ്ങനെയാടാ ടീം ആവുക? ഇത് DVDയുടെ ഗുണ്ടയാ. പിടിക്കവരെ. ഇനിയിപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? സ്പെഷ്യൽ പവർ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുമ്പോ അവിടെ ഫിസിക്കൽ പവർ എടുക്കണം. സ്പൈ ഈഗിൾ കേട്ട് കഴിഞ്ഞാൽ മിണ്ടാത്തവൻ പോലും വായ തുറന്ന് മിണ്ടും. അതാണ് എന്റെ സ്റ്റൈല്. മ്യാവ്. മര്യാദയ്ക്ക് പറയേ, DVD എവിടെയാണെന്ന് പറയാൻ. അതെവിടെയുണ്ടോ അത് അവിടെ തന്നെ ഉണ്ട്. അതിന്റെ അർത്ഥം വീട്ടിലുണ്ടെന്നാണ്. കഴുതേ, അയാൾ ചോളറാമിനെ കിഡ്നാപ്പ് ചെയ്യണമെങ്കിൽ പിന്നെ എന്തിനാ വീട്ടിൽ പോയിരിക്കുന്നേ? പിടികിട്ടി. അയാള് ഗ്യാലറിയിലുണ്ടാവും. അയാൾ എന്തിനാ അവിടെ പോകുന്നേ? അയാൾ ഇന്റർനാഷണൽ ക്രിമിനലാണ്. VIP ബോക്സിലാണുള്ളത്. ഞാനെന്താ തെറ്റി പറഞ്ഞോ?
താങ്ക് യു. വേഗം വാ, DVD എവിടെയാണെന്ന് പിടികിട്ടിപ്പോയി. കടയിൽ പോയി കാശ് കൊടുത്തെല്ലാം വാങ്ങിയിട്ടുണ്ട്. ചോളാറാം സാർ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. സാർ ഓൾ ക്ലിയർ സാർ. എടാ ഫംഗ്ഷൻ തുടങ്ങി, എല്ലാം പെട്ടെന്ന് വേണം. സംശയമുണ്ടോ? സ്പൈ ഈഗിളിന്റെ കണ്ണിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതാ നോക്ക്, VIP ബോക്സിനകത്ത് ചംചം. ഇയാളൊരു ഗുണ്ടയല്ലേ? ഇയാൾക്കാരാണ് അങ്ങോട്ട് പോകാൻ VIP പാസ് കൊടുത്തത്. എടാ, അയാള് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അയാൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്നാൽ ഈ DVD എവിടെയാണ് പോയത്? അവിടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. നോക്കാം. പ്രിയമുള്ള ജനങ്ങളെ, ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ഈ സിറ്റിക്കും നമ്മുടെ ഈ നാടിനും സുന്ദരമായ ഒരു സുദിനമായിരിക്കും. 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു പാലമാണ് പണിയാൻ പോകുന്നത്. അല്ല, ഇവിടെ പാലം പണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ മാച്ച് നടക്കുക? എടാ കഴുതേ, ഇവിടെ എന്ന് വെച്ചാലേ സ്റ്റേഡിയത്തിൽ നിന്നല്ല, നമ്മുടെ സിറ്റിയിൽ നിന്ന്. സംശയമുണ്ടോ? എല്ലാവർക്കും എന്താ സന്തോഷമായില്ലേ? ഇതാണ് എന്റെ സമ്മാനം. ഇനി എല്ലാവർക്കും ആഹാരത്തിനായി ചോള തരും. എന്താ നിങ്ങൾ കഴിക്കില്ലേ? ഞാൻ DVD നോക്കാം, നിങ്ങൾ ചംചമിനെ നോക്കിക്കോ. മാറി നിൽക്ക്. ചോളാറാമിന്റെ ജീവൻ അപകടത്തിലാണോ? നിങ്ങൾ എന്താ ചെയ്തത്? എന്റെ കൈ കാലം എവിടെ പോയി? പിടിക്ക് DVD. അതുപോലെ അവന്റെ ഡാറ്റ്സിനെയും സൂക്ഷിക്കണം. നിൽക്ക്, ഇല്ലെങ്കിൽ ചോളാറാമിനെ ഈ ചായക്ക് മാറ്റി ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഞാൻ ആ കാര്യം മറന്നുപോയി. നീ എന്റെ തടവുകാരനല്ലേ? ഞാനൊന്നും മറന്നിട്ടില്ല. നിന്റെ കളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് മുതൽ നീ ജയിലിനകത്ത് പോകാൻ പോവാണ്. കൊച്ചലിയ, എന്തായാലും നീ DVD കിട്ടെ, നമുക്കൊരു പണി കൊടുക്കണം. അവനെ വിട്. ഡോട്ട്സ് വെച്ച് അവനാണ് എല്ലാരും ശരിയാക്കി എടുക്കേണ്ടത്. സൈനിക് ഞാനാണ്. ഇവൻ ഹലുമ വിൽക്കുന്നവനാ. തല്ലേ. എന്നെ വിട്, എന്നെ വിട്. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഒരു വഴിയാക്കുന്ന തോന്നുന്നത്. എന്നെ വിട്. അയ്യോ ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? നിക്ക്. നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, നിങ്ങളൊരു സയന്റിസ്റ്റ് അല്ലേ. എല്ലാവർക്കും പെട്ടെന്നൊന്ന് ആന്റിഡോട്ട് ചെയ്യണം പ്ലീസ്. നിങ്ങളുടെ ഈ ഉപകാരം ഈ ലോകം ഒരിക്കലും മറക്കില്ല. എല്ലാം റെഡിയാണ്. നിങ്ങൾ ലൈനിൽ വരൂ. സബാഷ് കുട്ടികളെ, നിങ്ങൾ നമ്മുടെ സിറ്റിയെ വലിയ ആപത്തിൽ നിന്നാണ് രക്ഷിച്ചിരിക്കുന്നത്. താങ്ക് യു കൂട്ടുകാരെ. നിങ്ങൾ കാരണമാ ഞാൻ വീണ്ടും സൂപ്പർ ഈഗിളായിട്ട് മാറിയത്.
വാവ്, എന്റെ സ്റ്റൈൽ തന്നെ വേറെയാണ്. വാവ് 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 വാവ്. ഇവിടെ വരൂ. എന്നിട്ട് വേഗം തന്നെ ഈ ചൂർണം കഴിക്കൂ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ മാറും. പൂച്ചയിൽ നിന്ന് വേഗം തന്നെ ഈഗിളായി മാറൂ. അത് പോട്ടെ, താൻ ആരാണ്? ഓ, ഇതാണ് ഗ്രേറ്റ് ഈഗിൾ സൂപ്പർ സ്പൈ. അല്ല, ഇദ്ദേഹം മനുഷ്യനാണല്ലോ. എന്റെ ചേട്ടാ, എന്റെ പേരാണ് ഈഗിൾ. ഞാൻ മനുഷ്യനാണ്. എന്റെ സ്റ്റൈൽ തന്നെ ഒന്ന് വേറെയാണ്. എന്തായാലും നന്നായി. സയന്റിസ്റ്റ് നിനക്ക് ആദ്യം തന്നെ ആന്റിഡോട്ട് തന്നത്. അല്ലെങ്കിൽ ഈ ബാലുവെന്തിന് താങ്കളെ ശരിക്കും ഒരു ഈഗിളാക്കി മാറ്റിയേ. അതെ, ഇൻസ്പെക്ടർ പാണ്ടയ്ക്ക് ആന്റിഡോട്ട് കൊടുക്കണം. ഓ എടാ മരക്കഴുതേ, ഇൻസ്പെക്ടർ പാണ്ട അതാ ഇവിടെ നിൽക്കുന്നത്. അത് ശരിക്കുള്ള പാമ്പാ. എന്റെ അമ്മച്ചി, അയ്യോ.